ഇസ്ലാമികവൽക്കരണത്തിന് അരങ്ങൊരുക്കാൻ ജിമ്മുകളും. കഫറുകൾക്കൊപ്പം വർക്കൗട്ട് വേണ്ട, ശരിയത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള ജിമ്മുകൾ വരുന്നു എന്ന് ശ്രദ്ധിക്കുക. പാട്ടുണ്ടാവില്ല, ഔറത്തുകൾ മറച്ചിരിക്കണം. അതായത് അനുസരിച്ച് മറ്റു മതക്കാർക്കും വേണമെങ്കിൽ ജിമ്മിലേക്ക് വരാം എന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു. കേവലം വ്യായാമ പരിശീലനം മാത്രമാണോ നടക്കുക എന്ന രീതിയിലും ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുന്നു. നിരോധിത ഭീകര സംഘടനകളായ PFI-യും NDF-ഉം ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്തിയിരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു താലിബാൻ സംസ്കാരം കേരളത്തിൽ ആ ഒരു ഭാഗത്തും വരികയാണോ എന്നാണ് പൊതുസമൂഹം ചോദ്യം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇതുപോലെ തീവ്രപക്ഷ ഹിന്ദുത്വ ചാനലുകൾക്ക് ചാകരയാണ്. നിനക്ക് എന്നാത്തിൻ്റെ കേടാ ഇറക്കാം. ഒരു ചെക്കൻ വന്നിട്ട് പറയുന്നത് 15 വർഷമായി പ്രവർത്തിക്കുന്ന ജിമ്മാണ്, അതൊക്കെ കുക്കി പണിതുണ്ട്, ഇസ്ലാമി രീതിയിലുള്ള ജിമ്മാണ്, അവിടെ ശരീരം മറച്ചൊക്കെ വരണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി. അവൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പൊതുവായിട്ടുള്ള മ്യൂസിക് ഉണ്ടാവില്ല. മുസ്ലിം സ്ത്രീകൾക്ക് അവർ ശരീരം മറച്ച് വരാം, മറ്റുള്ളവർക്കും വരാം, അവിടെ വന്നതിന് കുഴപ്പമില്ല. അത് മുസ്ലിം സ്ത്രീകൾക്ക് ശരീരം മറച്ചുള്ള എല്ലാവിധ സൗകര്യമുണ്ട്, മറ്റുള്ള രീതിയിലുള്ള സമയക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ളതല്ലേ. ഇവിടെ നമ്മുടെ കുറേ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ ജിം നടത്തുന്നുണ്ട്. ഭൂരിപക്ഷം അവിടെയൊക്കെ മുസ്ലിം സ്ത്രീകൾ പോകുന്നുണ്ട്, ശരീരം മറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ശരീരം മറച്ച് പോകുന്നുണ്ട്. ഇനി അതുപോലെ പുരുഷന്മാരുള്ള സമയത്ത് താല്പര്യമില്ല, അവർക്ക് അതിനുള്ള സമയം ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്നാത്തിൻ്റെ കേടാണ് നിനക്ക്? ശരിക്കും ഇവിടെ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ചാനൽ എല്ലാവർക്കും ഒരു പരസ്യമാക്കി കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ബോധമില്ലാത്തവന് അടിയും വെച്ചുകൊണ്ട് വന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ഇവർ മുമ്പിൽ കിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവൻ പറഞ്ഞ് മ്യൂസിക് പാടില്ല. ഒരുവിധം ജിമ്മുകളിൽ കോമഡിയുള്ള മ്യൂസിക് മാറ്റിയിട്ട് അവർ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവർ ഉദ്ദേശിച്ച് അതിന് ഹെഡ്ഫോൺ വെച്ച് കേൾക്കാമെന്ന് ഇവൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവർ ശരീരം മറച്ചുകൊണ്ട് വരാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാത്തവർക്ക് എന്താണ്, അത് അവരുടെ സൗകര്യം പോലെ വരാം. മറ്റു ചാനൽ എന്താ പറഞ്ഞത്? മറ്റുള്ള അവരുടെ നിയമങ്ങൾ പാലിച്ചു, ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് മറ്റുള്ള മതക്കും വരാം. എല്ലാം കഴിഞ്ഞ് അവിടെ PFI ആയി, ആയുധ നിർമ്മാണശാലയാണ്. സംശയമുണ്ട്. താലിബാനിസം, താലിബാൻ എന്നൊക്കെ ഇനി പറയല്ലേ. അമേരിക്ക വരെയും അവരെല്ലാ അധികാരം കൂടെ തിരിച്ചു വരും ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ അവർ വന്ന് സ്വീകരിച്ചാണ് താലിബാൻ. ഇനി താലിബാൻ എന്നൊക്കെ പറയല്ലേ, ശരിയത്ത്, കാഫിർ, ഇതൊന്നും ഇനി പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക. അത് മാത്രമാണ് ഈ പറഞ്ഞ ജിമ്മറിന് കഴിഞ്ഞത്. ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഇവിടെ എല്ലാ ജാതി ആൾക്കാരും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചൊക്കെ പോകുന്നുണ്ട്. ഇതിനൊന്നും ഇവിടെ ഒരു വിഷയമില്ല. ഇതിൽ പറഞ്ഞ് മുസ് എന്ന് കേട്ടാൽ മതി, അപ്പോൾ ഒരു കുറേ ചാല വിഷയം ഉണ്ടാക്കി, കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധരിപ്പിച്ചു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി, അവരിൽ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. എന്തിനാണ് ഇത് ആവശ്യം? ഇവിടെ ഒരു കുഴപ്പമില്ല അല്ലേ. ഇവിടെ നമ്മൾ കേരള സ്റ്റോറി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവിടെ നമ്മളെല്ലാവരും ഇടിച്ച് ഓടിച്ചാണ്. വീണ്ടും അവിടം വരെ എത്തിയിട്ടുണ്ട് വാർത്തകൾ. എന്നാത്തിൻ്റെ കേട്? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ മതവിശ്വാസം എല്ലാ രീതിയിലും അനുസരിച്ച് തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആർക്കും പ്രശ്നമില്ല. കൊടുത്തും ഭാഗ്യം സ്നേഹത്തോടെ തന്നെയാണ് ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ പോകണം. ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുക. ഇത് നമ്മൾ പറയേണ്ടെന്ന് ഓർത്ത കാര്യം, പക്ഷേ പറയാണ്ടേക്ക് നിവൃത്തിയില്ല. അല്ല, ഞാൻ എല്ലാവിധം മതനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മതത്തിൻ്റെ എന്ന് പറഞ്ഞ ഒരാളെ എന്നെ തടഞ്ഞിട്ടില്ല. ഞാനൊരു മറ്റൊരു കാര്യത്തിൽ ഇടപെട്ടില്ല. എൻ്റെ ചാനൽ കണ്ടറിയാം, ഞാനൊരു മതത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു, അപ്പം മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ തന്നെ ഞാൻ പഠിച്ചിരിക്കുന്നുള്ളൂ. അവരൊരു വിശ്വാസം, അവരൊരു ജീവിച്ചു പോട്ടെ. എന്തിനാണ് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ഞാൻ ആ ജിമ്മറിനോട് ചോദിക്കുന്നത്. ഒരാൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ? ആശ്വാസമായല്ലോ.